ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരീ കട്ടുറുമ്പ് മിണ്ടായിരുന്നോണം, അച്ഛനെ വിളിക്കുന്നു. ഹലോ അച്ഛാ. എവിടെയാ മോളെ? നിങ്ങൾ കണിമംഗലത്താണോ? അല്ലച്ചാ, ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാ. അല്ല, വരുണിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ അച്ഛൻ വിളിച്ചത്. മോനൊന്ന് ഫോൺ കൊടുക്കോ? ആ അച്ഛന്. അച്ഛാ പറയ്. മോനെ, കല്യാണം കഴിഞ്ഞാലും ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. വീട്ടിൽ വന്ന് ഞാനും അമ്മയും കൂടി വിരുന്ന് വിളിക്കണല്ലോ. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വന്ന് വിളിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണേ. മോനെന്ന് ആലോചിച്ചിട്ട് വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി കൂട്ടി ഇങ്ങോട്ട് വരാൻ നോക്കുവോ? അച്ഛാ, ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവർക്കും നന്നായിട്ട് അറിയില്ലേ? അപ്പൊ പ്രത്യേകിച്ച് ഇനി ഒരു ചടങ്ങൊന്നും വേണ്ട. അയ്യോ മോനെ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്നേ പറ്റൂ. ശരി, ഞങ്ങൾ വന്നേക്കാം. ഇന്ന് തന്നെ വന്നേക്കാം. പിന്നെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരുന്നൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ വരുമോ? അതെന്ത് ചോദ്യച്ചാ? ഈ ഫോൺ കട്ട് ചെയ്യുന്നു, വണ്ടി കയറുന്നു, അങ്ങോട്ട് വരുന്നു. എങ്കിൽ ശരി മോനെ. അവരിപ്പൊ തന്നെ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സറിഞ്ഞ് പെരുമാറുന്ന ആളായതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. യശോദേ, കുട്ടികൾ വരുമ്പോ ഭക്ഷണം റെഡിയാക്കണം. എന്തൊക്കെയാ വാങ്ങിക്കേണ്ടെന്ന് വെച്ചാ ഒരു ലിസ്റ്റ് തന്നോ, ഞാൻ പോയി വാങ്ങി വരാം. അവര് വരുമ്പോഴേക്കും ഞാൻ സാധനം ഇട്ടിങ്ങ് എത്താം. ആയിക്കോട്ടെ. അതെ, ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോ അച്ഛനോട് ചെല്ലാന്ന് പറഞ്ഞില്ലേ? അതെന്താ പോകുന്ന? എനിക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടല്ലാതിരിക്കോ? അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിൽ പല സന്തോഷം എന്താ ഉള്ളത്? ഇപ്പോ ഞാൻ ചെല്ലാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ തന്നെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നേ? എന്തിനാ ഇങ്ങനെ അലയുന്നേ? തന്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ? ആ സന്തോഷം തന്റെ വീട്ടിൽ ചെന്നാ കിട്ടുമെങ്കിൽ അതവിടെ ചെന്ന് അനുഭവിച്ചാ പോരെ? തനിക്ക് മാത്രമല്ല, എനിക്കും അവരെ വളരെ ഇഷ്ടമാണ്. സമ്മതിച്ചു, പറഞ്ഞു നിന്നോളൂ.